നമുക്കിന്ന് അയലമീൻ മുളകിട്ട് വെച്ചാലോ? അപ്പോൾ നല്ല വലിപ്പത്തിലുള്ള അയലകൾ നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വയ്ക്കാം. അതിലെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കണം. ഒരു അയലയ്ക്ക് 2 മീഡിയം സൈസ് സവാളയും 1 മീഡിയം സൈസ് തക്കാളിയും എന്ന അളവിലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. സവാള ഈ കാണുന്നത് പോലെ വളരെ നൈസായിട്ട് നീളത്തിനരിഞ്ഞ് വെക്കണം. അതുപോലെ തന്നെ തക്കാളിയും നീളത്തിന് അരിയുക. മൺചട്ടിയിൽ വയ്ക്കുമ്പോഴാണ് മീൻ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് അടി കട്ടിയുള്ള ഒരു മൺചട്ടി എടുത്ത് അത് നന്നായി ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക. ശേഷം കടുകിടുക. വീട്ടിൽ കാന്താരി മുളക് ഉണ്ടെങ്കിൽ അറ്റം കട്ട് ചെയ്തിട്ട് ഒരു 4-5 കാന്താരി മുളക് അതിലേക്ക് ഇടുക. അല്ലെങ്കിൽ വറ്റൽ മുളക് ഇട്ടാലും മതി. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരുന്ന ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കുക. ഇഞ്ചി അല്പം മൂത്തതിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് നീളത്തിന് അരിഞ്ഞു വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഫ്രഷ് ആയിട്ട് നമുക്ക് പ്ലക്ക് ചെയ്തെടുത്ത് നമുക്ക് കറിവേപ്പില കുറച്ചിട്ട് കൊടുക്കാം. നീളത്തിന് അരിഞ്ഞു വെച്ച് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം ഒരു തിക്ക് ഗ്രേവിയാണ് നമുക്ക് വേണ്ടതെങ്കിൽ നമുക്കിതിനെ മിക്സിയിലിട്ട് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം. അതല്ല വേണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ മസാലകൾ ചേർത്ത് കുക്ക് ചെയ്യാം. എനിക്കിവിടെ തിക്ക് ഗ്രേവി ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ അതിനെ മിക്സിയിലിട്ട് അരച്ചെടുത്തു. ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ നമുക്ക് എണ്ണയിൽ മൂപ്പിച്ചെടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് പൊടികളുടെ പച്ച ചുവ കുറയ്ക്കാൻ സഹായിക്കും. എണ്ണ ചൂടായതിനു ശേഷം 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി, 8 ടീസ്പൂൺ മുളക് പൊടി, 4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയിട്ട് എണ്ണയിൽ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇനി ഒരല്പം പുളി പിഴിഞ്ഞ് ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളത്തിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം. കുറച്ച് കറിവേപ്പില കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് തിളയ്ക്കാൻ പറ്റണം. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ച സവാള ടൊമാറ്റോ മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇടുക. മൂടി വെച്ച് നന്നായിട്ട് തിളപ്പിക്കണം. വെള്ളമൊക്കെ ഇറങ്ങി
മീൻകറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയം കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സമയം നമ്മളുടെ രുചിക്കനുസരിച്ച് ഉപ്പോ പുളിയോ കൂട്ടോ കുറയ്ക്കോ എന്ത് വേണോ നമുക്ക് ചെയ്യാം. ഈ സമയം കുറച്ച് കറിവേപ്പില നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ടേസ്റ്റിനും ഭംഗിക്കും ഒക്കെ വേണ്ടിയാണ്. അങ്ങനെ നമ്മുടെ മീൻകറി തയ്യാറായിരിക്കുകയാണ്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ടാറ്റ ബൈ ബൈ.